Find the radius of convergence and the interval of convergence of sigma n equal to 1 to infinity x raised to n by n. Let un is equal to x raised to n by n. Then un plus 1 is equal to x raised to n plus 1 by n plus 1. Then un plus 1 by un is equal to x raised to n plus 1 by n plus 1 into un എന്ന് പറയുമ്പോൾ x raised to n by n ആണ് റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്തു. Then n by n plus 1 into ഇതൊക്കെ ഒരുമിച്ച് ചെയ്ത് x raised to n plus 1 by x raised to n that is equal to n by n plus 1 into x raised to n plus 1 minus n plus n ഉം minus n ഉം ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ എന്ത് വരും? n by n plus 1 into x. Then n-ന് ഡിനോമിനേറ്ററിൽ നിന്ന് n-ന് കോമൺ കൊടുത്തിടുക. അപ്പോൾ n by n into 1 plus 1 by n x. n-നെ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ 1 by 1 plus 1 by n x. ഇതൊക്കെ എന്തിനാ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യാനാണ്. ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി mod un plus 1 by un is equal to limit n ടെൻസ് ഇൻഫിനിറ്റി mod 1 by 1 plus 1 by n into x. ഇവിടെ n ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇവിടെയൊക്കെ എന്നുകളായതുകൊണ്ട് മോഡ് n നാച്ചുറൽ നമ്പേഴ്സ് ആണല്ലോ, അപ്പോൾ മോഡ്ലെസിൻ്റെ ആവശ്യമില്ല. എക്സിന് മാത്രം മോഡ്ലെസ് മതി. n ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 1 by ഇവിടെ n ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 1 by infinity 0 വരും. So 1 by 1 plus 0 that is mod x. By ratio test the series converges if mod x less than 1. റേഷ്യോ ടെസ്റ്റ് പ്രകാരം ഇത് എപ്പോഴും കൺവേർജന്റ് ആവുക ഈ കിട്ടിയ ഫൈനൽ ആൻസർ ലെസ് ദാൻ 1 വരുമ്പോൾ, ദാറ്റ് ഈസ് ഈ ഫൈനൽ ആൻസർ മോഡ് എക്സ് ലെസ് ദാൻ 1 വരുമ്പോൾ ഇത് കൺവേർജ് ചെയ്യുക. മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. So radius of convergence is equal to, ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, എക്സിലെ ടൈമിൽ സംഭവം കിട്ടിയില്ല. മുമ്പ് ചെയ്ത പ്രോബ്ലംസിൽ ഒരെണ്ണത്തിൽ 0 കിട്ടി, ഒരെണ്ണത്തിൽ ഇൻഫിനിറ്റി കിട്ടി. പക്ഷെ ഇവിടെ എക്സ് ആണ്, ഇവിടെ എന്നുകളില്ല, കണ്ടോ? എന്നുകളില്ല, അതുകൊണ്ട് എൻട്രൻസ് ഇൻഫിനിറ്റി കൊടുക്കാനില്ല, അപ്പോൾ എക്സ് കിട്ടി. ഇതിനർത്ഥം എന്താ? മോഡ് എക്സ് ലെസ് ദാൻ 1 കൺവേർജന്റ്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്ത് കിട്ടും? എക്സിന്റെ വാല്യൂ +1നും -1നും ഇടയില്. അപ്പോൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയസ് ആണ്. ഒരു സർക്കിൾ വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക, ഇതിന്റെ ഗ്യാപ്പിലാണ് അത്, ഈ വാല്യൂസിന് ഇടയിൽ കൺവേർജന്റ് ആവുള്ളൂ. അപ്പോൾ ഇതിന്റെ റേഡിയസ് എത്രയാണെന്ന് വിചാരിക്കുക, ഇവിടെ തൊട്ട് ഇവിടെ വരെ വിചാരിക്കുക. അപ്പോൾ എന്ത് വരും? +1 ആണ് റേഡിയസ് ഓഫ് കൺവേർജൻസ്, +1. ദെൻ ഇന്റർവൽ ഓഫ് കൺവേർജൻസ് എന്താ വരാ? -1 to 1 വരും. അപ്പോൾ ഒരു ഉണ്ടാവുന്ന ഒരു സംശയമാണ്, ഇവിടെ സ്ട്രിക്ട്ലി ലെസ് ദാൻ ഈക്വൽ ടു വരാനുള്ള സാധ്യതയുണ്ടോ? ദാറ്റ് ഈസ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു +1 വരാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് നോക്കണ്ടേ. To determine the interval of convergence of the power series, we need to examine the behavior of the series at the endpoints x is equal to -1 and x is equal to +1. അപ്പോൾ കഴിഞ്ഞ രണ്ട് പ്രോബ്ലത്തിൽ അതൊരു പ്രത്യേകത കൂടെ വരുന്നുണ്ട്, എൻ പോയിന്റ്സുകൾ എന്ത് സംഭവിക്കും എന്ന് കണ്ടുപിടിക്കാൻ. കാരണം തൊട്ടുമുമ്പ് രണ്ട് പ്രോബ്ലത്തിൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ ചെയ്തത് റേഡിയസ് ഓഫ് കൺവർജൻസ് ഇൻഫിനിറ്റി ആയിരുന്നു, -∞ to ∞. അതിന് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൽ റേഡിയസ് ഓഫ് കൺവർജൻസ് എന്ന് പറയുന്നത് 0 ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? എക്സ് എന്ന നമ്പറാണ് കിട്ടിയത്, സോറി എക്സ് ആണ് കിട്ടിയത്. അപ്പൊ നമുക്ക് നോക്കണം, മോഡ് എക്സ് ലെസ് ദാൻ 1 എന്നാണ് കിട്ടിയത്. നമ്മൾ ചെക്ക് ചെയ്യണം എൻ പോയിന്റ്സ് എന്ത് സംഭവിക്കുമെന്ന് ചെക്ക് ചെയ്യണം. അതിനായിട്ട് നമ്മളിത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, എക്സിന്റെ വാല്യൂ 1 കൊടുക്കുക. കാരണം എക്സിന്റെ വാല്യൂ -1ലും +1ലും എന്ത് വരുമെന്നാണ് നോക്കണ്ടേ. ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ദ സീരീസ് ബിക്കംസ്, നമ്മുടെ ഓക്കെ ആദ്യം ഇവിടെ നിന്നാണ്. If x is equal to -1, the series becomes sigma n equal to 1 to infinity x ന് വരെ -1 കൊടുക്കുമ്പോൾ -1 raised to n by n. ഇതൊരു ആൾട്ടർനേറ്റീവ് സീരീസ് ആണ്. ലെബ്നിസ് ടെസ്റ്റ് പ്രകാരം ഇത് കൺവേർജന്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് പല പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ്. അത് ഞാൻ ഇനി ഇവിടെ ചെയ്യുന്നില്ല. വിച്ച് ഈസ് കൺവേർജന്റ് ആൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ്. അപ്പോൾ x is equal to -1 ഇത് കൺവേർജന്റ് ആണ്. അപ്പോൾ എന്ത് മനസ്സിലായി നമുക്ക്? റേഡിയസ് ഓഫ് കൺവേർജൻസിലെ ഇന്റർവൽ ഓഫ് കൺവർജൻസിലെ x is equal to -1 എന്ന എൻഡ് പോയിന്റ് കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാം എന്ന് മനസ്സിലായി. ആൻഡ് ഇഫ് x is equal to 1, the series becomes sigma n equal to 1 to infinity 1 by n.
which is divergent. കാരണം എന്താ, സീരീസ് 1 by എന്ന് പറയുന്നത് ഡൈവർജന്റ് ആണ് നമുക്കറിയാം. So x is equal to 1 is not the interval of convergence. Sorry. So x is equal to 1 is not in the interval of convergence. അപ്പോൾ x is equal to minus x is equal to positive 1 എന്ന end point interval of convergence ഉൾപ്പെടുന്നില്ല. Conclusion എന്തായിരിക്കും? Therefore, we conclude that the interval of convergence of the given power series is closed interval -1 and open interval 1. അപ്പോൾ ഈ മെത്തേഡ് ഓർത്തിരിക്കണം, എൻഡ് പോയിന്റ്സിലൂടെ കൺവെർജൻസ് ചെക്ക് ചെയ്യണമെന്ന്. Example number 5. Find the radius of convergence and the interval of convergence of sigma n equal to 1 to infinity x minus 2 whole raised to n by n square into 3 raised to n. Here un is equal to x minus 2 whole raised to n by 2 n raised to 2 into 3 raised to n. un plus 1 is equal to x minus 2 whole raised to n plus 1 by n plus 1 whole square into 3 raised to n plus 1. അതേപോലെ un plus 1 by un ചെയ്യാം. വളരെ സിമ്പിൾ സ്റ്റെപ്സ് ആണ്. സെയിം ടേംസ് നമുക്ക് ഒരുമിച്ച് കൊണ്ടുവന്നു. ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ കൂടെ നമുക്ക് ഇവിടം വരെ സുഖമായിട്ട് എത്താൻ പറ്റും. ഇവിടം വരെ എത്തി ഇവിടം വരെ ചെയ്യാം. ഇവിടെ ചെയ്തൊരു പ്രത്യേകത, എന്നിനെ ഡിനോമിനേറ്റർ ഒന്ന് പുറത്തെടുത്തു. അപ്പം എന്തോരും n by n into 1 plus 1 by n whole square. മൈനസിനും പ്ലസിനും കട്ടി കളഞ്ഞു. അപ്പോൾ ഇവിടെ 3 raised to ഇവിടെ ഇനി ഇത് പോകുമ്പോൾ 3 raised to minus 1 3 raised to minus 1 മാത്രമേ വരുള്ളൂ. 3 raised to minus 1 എന്ന് പറഞ്ഞാൽ 1 by 3 ആണ്. ഇവിടെ n ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1 by 1 plus 1 by n whole square. ഇവിടെ x minus 2 തന്നെ. ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് n tends to infinity mod un plus 1 by un equal to limit n tends to infinity x minus 2 by 3 1 by 1 plus 1 by n whole square. That is mod x minus, okay, modulus x ന് modulus വേണം, 3ക്ക് modulus വേണ്ട. അപ്പോൾ mod x minus 2 by 3 1 by 1 plus 0, that is 1. That is x minus 3 by 2. റേഷ്യോ ടെസ്റ്റ് പ്രകാരം ഇതെപ്പോഴാ ഇത് കൺവേർജ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ഇതിന്റെ വാല്യൂ ലെസ് ദാൻ 1 വരുമ്പോൾ. ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് ലെസ് ദാൻ 1 വരുമ്പോൾ. ദാറ്റ് ഈസ് മോഡ് x minus 2 by 3 ലെസ് ദാൻ 1 വരുമ്പോഴാണ് ഇത് കൺവേർജന്റ് ആവുക. എന്ന് പറഞ്ഞാൽ മോഡ് x minus 2 ലെസ് ദാൻ 3. അപ്പോൾ മോഡ് x minus 2 ലെസ് ദാൻ 3 മീൻസ് മോഡൽസ് കളയുമ്പോൾ -3 ലെസ് ദാൻ x minus 2 ലെസ് ദാൻ 3. ഇനി നമുക്ക് ഈ -2 കളയണം. അപ്പോൾ +2 അപ്പുറം ഇപ്പുറം ആഡ് ചെയ്യുക. -3 plus 2 അല്ല, എല്ലാ ടൈമിലും 2 ആഡ് ചെയ്യുക. -3 plus 2 ലെസ് ദാൻ x minus 2 plus 2 ലെസ് ദാൻ 3 plus 2. That is -1 ലെസ് ദാൻ x ലെസ് ദാൻ 5. That is mod x minus 2 less than 3. Okay. Implies the radius of convergence of the given series is r is equal to 3. ഇതെങ്ങനെ r equal to 3 എന്ന് കിട്ടിയേ? നമ്മൾ തിയറി കഴിഞ്ഞതിന്റെ മുമ്പത്തെ ക്ലാസ്സിൽ കണ്ടു. മോഡ് x minus c less than r. ഈ രൂപത്തിൽ വരുന്നതിന് ഈ രൂപത്തിൽ എഴുതാൻ പറ്റി കഴിഞ്ഞാൽ ഈ r ആണ് നമ്മുടെ റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ റേഡിയസ് ഓഫ് കൺവെർജൻസ്. കണ്ടോ, മോഡ് x minus 2 ലെസ് ദാൻ 3 മോഡ് x minus c ലെസ് ദാൻ r ഈ രൂപത്തിൽ എഴുതാൻ സാധിച്ചാൽ ഇതിനെയാണ് റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്ന് പറയാം. സോ r is equal to 3 is the radius of convergence. ഇനി ഇതിന് ഇന്റർവൽ ഓഫ് കൺവെർജൻസ് നമുക്ക് നോക്കണം. അതുകൊണ്ട് കിട്ടി -1 to 5 ആണ് ഇന്റർവൽ ഓഫ് കൺവെർജൻസ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ നമുക്ക് ചെക്ക് ചെയ്യണം whether the endpoints are included or not. endpoints പറഞ്ഞാൽ x is equal to -1 ആണ്, x is equal to 5 ആണ്. അത് ഇൻക്ലൂഡ് ചെയ്തോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് എന്ത് വേണം? സീരീസിൽ x is equal to -1 കൊടുക്കുക. ഇതാണ് നമ്മുടെ പവർ സീരീസ്. ഇതാണ് പവർ സീരീസ്. സിഗ്മ n equal to 1 to infinity x minus 2 raised to n by n square 3 raised to n. അതിൽ n is x is equal to -1 കൊടുക്കുമ്പോൾ -1 -2 raised to n by n square 3 raised to n. That is -3 raised to n. -3 raised എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 raised to n into 3 raised to n. ഡിനോമിനേറ്റർ ഞാൻ പറയുന്നില്ല, ഒരു മാറ്റം ഇല്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ ഇതെന്ത് വരും? ഈ 3 raised to n 3 raised to n കട്ട് കളയുമ്പോൾ -1 raised to n by n square. ഇതൊരു ആൾട്ടർനേറ്റീവ് സീരീസ് ആണ്. ലെബനിസ് ടെസ്റ്റ് പ്രകാരം ഇത് കൺവെർജൻസ് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് കിട്ടി? x is equal to -2 is -1 x is equal to -1 is in the interval of convergence. അതുപോലെ x is equal to 5 കൊടുക്കുമ്പോൾ എന്തുണ്ടാവും? സീരീസ് എന്ന് പറയുന്നത് സിഗ്മ n equal to infinity x minus 2 raised to n by n square 3 raised to n എന്ന് പറയുന്നത് എങ്ങനെയായിട്ട് മാറും?
5 minus 2, x ന് 2 കൊടുക്കും 3 കൊടുക്കുമ്പോൾ 5 minus x ന് 5 കൊടുക്കുമ്പോൾ 5 minus 2 raised to n by n square 3 raised to n, that is sigma 3 raised to n by n square into 3 raised to n. കട്ട് ചെയ്ത് കളയുമ്പോൾ 1 by n square വരും. p ടെസ്റ്റ് പ്രകാരം sigma 1 by n raised to p is convergent if p greater than 1. p ടെസ്റ്റ് പ്രകാരം ഇതെന്താണ്, ഇത് കൺവെർജന്റ് ആണെന്ന് കിട്ടും. അപ്പോൾ അവിടെ വരെ കിട്ടി. സോ x is equal to 5 is also in the interval of convergence. ഇപ്പോൾ ഇവിടെ -1 ഉം 5 ഉം അതാണ് ഇന്റർവെൽ ഓഫ് കൺവെർജൻസ്. ഇവിടെ നമുക്ക് എന്ത് കിട്ടി, -1 പെടില്ല. ഓക്കെ, -1 പെടുമെന്ന് കിട്ടി, +5 പെടുമെന്ന് കിട്ടി. സോ ഇന്റർവെൽ ഓഫ് കൺവെർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 closed interval -1 to 5 ആണ്. The next question, find the radius of convergence and the interval of convergence of sigma n equal to 1 to infinity -1 raised to n 2 raised to n x raised to n by root n plus 1. Then un എഴുതി, un plus 1 എഴുതി, സെയിം സ്റ്റെപ്സ് ആണ്, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ല. സെയിം ടേംസ് കൂടെ എടുത്ത് എഴുതി സിംപ്ലിഫൈ ചെയ്തു. ഈ രണ്ട് ടൈമിൽ നിന്നും ഞാൻ ഇത് മാത്രം ഒന്ന് പറയാം. n നെ പുറത്തെടുക്കുമ്പോൾ 1 by n into 1 plus 1 by n, താഴെ നിന്ന് പുറത്തെടുക്കുമ്പോൾ n into 1 plus 2 by n, n നെ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പം ഇങ്ങനെ കിട്ടും. ദെൻ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒന്നും വ്യത്യാസമില്ല. ഓക്കെ, മോഡുലസ് കൊടുക്കണം. മോഡുലസ് കൊടുക്കുമ്പോൾ ഈ കിടക്കണം -1 പോവും, +1 ആവും. പിന്നെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. n ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ √1 + 0 by 1 + 0, ദാറ്റ് ഈസ് √1 കിട്ടും. ദാറ്റ് ഈസ് 2 mod x എന്ന് കിട്ടും. 2 mod x. ബൈ ദ റേഷ്യോ ടെസ്റ്റ് ഈ കിടക്കുന്ന എമൗണ്ട്, ഈ കിടക്കുന്ന നമ്പർ ലെസ് ദാൻ 1 വന്നാലാണ് ഇത് കൺവെർജന്റ് ആവുക. ഈ കിടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 mod x less than 1 വരണം. ദാറ്റ് ഈസ് mod x less than half വരണം. ദാറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് കൺവെർജൻസ് ഓഫ് ദ പവർ സീരീസ് ഈസ് mod x less than. അപ്പോൾ ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ x minus c less than r ആ രൂപത്തിൽ എഴുതാൻ പറ്റി കഴിഞ്ഞാൽ ഈ ആറിനെയാണ് റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്ന് പറയാം. ഇവിടെ എന്താ mod x എന്ന് പറഞ്ഞാൽ mod x minus 0, സിക്ക് പറഞ്ഞ 0 കൊടുത്താൽ പോരെ, x minus 0 less than r. എന്ത് മനസ്സിലായി? റേഡിയസ് ഓഫ് കൺവെർജൻസ് ഈസ് r is equal to half. ഇനി ചെക്ക് ചെയ്യേണ്ടത് നമുക്കിതിന്റെ ഇതിനെന്താ mod x less than half എന്ന് പറഞ്ഞാൽ -half less than x less than half ആണ്. അപ്പോൾ ഇപ്പൊ നമുക്ക് കണ്ടത് പ്രകാരം സീരീസ് കൺവെർജൻസ് ഇൻ ദ ഇന്റർവെൽ -half to half ആ. ഇനി ക്ലോസ്ഡ് ഈ n പോയിന്റ്സ് ആയ -half-ഉം +half-ഉം ഇൻക്ലൂഡഡ് ആണോ എന്ന് നോക്കണം. അതിനായിട്ട് next we check the endpoints x is equal to -half and x is equal to half. If x is equal to -half, x ന് -half കൊടുക്കുമ്പോൾ സീരീസ് എന്തോ ഇവിടെ -half raised to n എന്ന് വരും. അതാണ് വരാൻ പോകുന്നൊരു മാറ്റം. -1 raised എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ -1 raised ഇവിടെ n ഉണ്ട് കേട്ടോ, ഇവിടെ n ഉണ്ട്. ഓക്കെ, അല്ല സോറി, ഇവിടെ തെറ്റ്, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഇവിടെ ചെയ്തത് പവർ ഒക്കെ n ആണല്ലോ, അപ്പൊ n ഒക്കെ കുറച്ച് കൊടുത്തു. അങ്ങനെയൊക്കെ റൂൾ ഉണ്ട്. a b raised to n എന്ന് പറഞ്ഞാൽ a raised to n into b raised to n എന്ന് റൂൾ ഉണ്ട്. ആ റൂൾ പ്രകാരം എന്ത് ചെയ്തു, -1 into 2 into -half whole raised to n. 2ഉം 2ഉം ക്യാൻസൽ ആയി, -1 പോസിറ്റീവ് ആയി. അപ്പോൾ 1 raised to n by root of n plus 1, that is 1 by root of n plus 1. നമുക്കിത് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം ഇത് ഡൈവേർജന്റ് എന്ന് കാണിക്കാൻ പറ്റും. അപ്പോൾ x is equal to -half എന്ന n പോയിന്റ് ഇൻക്ലൂഡഡ് അല്ല. ഇഫ് x is equal to half, the power series become ഇതുപോലെ തന്നെ, സെയിം റൂൾ തന്നെ. 2 കട്ട് ചെയ്ത് കഴിയുമ്പോൾ -1 raised to n by root of n plus 1 കാണും. ഇതൊരു കൺവെർജന്റ് സീരീസ് ആണെന്ന് ലെബനിസ് ടെസ്റ്റ് പ്രകാരം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ x is equal to +half included ആണ്, x is equal to -half included അല്ല. Therefore the interval of convergence
of power series is minus half, open minus half to closed half. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷനാണ് റേഡിയസ് ഓഫ് കൺവെർജൻസ്.